ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കണ്ണൂരിൽ മാത്രം കാണുന്ന ഒരു സ്പൈസി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ ബംഗി. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ചിക്കൻ മസാലയുമായിട്ട് ഒരു അടിപൊളി സ്നാക്കാണിത്. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് ബീഫ് ബംഗിയും തയ്യാറാക്കാം. പണ്ട് മുതലേ നമ്മൾ തയ്യാറാക്കുന്നൊരു സ്നാക്കാണ്, പക്ഷേ ഇപ്പോഴും പുതുമയോടുകൂടി നല്ല ട്രെൻഡിങ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ ബംഗി. പിന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൺ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് അരിഞ്ഞതാണിത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഏകദേശം നല്ലവണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെമ്മീൻ വെച്ചിട്ടോ ഈ ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഏത് മസാല വെച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു ഫില്ലിങ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഫില്ലിങ് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ ഒരു പച്ചമണം മാറണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മൾ 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനും മസാലയും ഒക്കെ കൂടി എല്ലാ ഭാഗത്തും ആയി വരണം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ബംഗിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഒരു ബൗളിലോട്ടേക്ക് 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കുക. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. 1-2 മിനിറ്റോളം നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിനി ഒരു അരമണിക്കൂറോളം അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല പട്ട് പോലെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒരു ഇത്തിരി പൊടി തൂകിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിൽ നിന്നും ഞാനിപ്പോൾ ഒരു പകുതി മാവ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് പൊടി തൂകിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ നല്ല തിന്നാക്കിയിട്ട് പരത്തണം. അപ്പോൾ നല്ല വലിപ്പത്തോട് കൂടിയിട്ട് നല്ല തിന്നാക്കിയിട്ട് പരത്താൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ലവണ്ണം തന്നെ എത്രമാത്രം പരത്താൻ പറ്റുമോ അത്രയും നമ്മൾ തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തിന്നാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയുള്ള മസാല തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മാവിനെ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിതുപോലെ 8 ട്രയാങ്കിൾ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിന് ഈ ഒരു ഭാഗത്തുനിന്നും കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 8 ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വീതിയുള്ള ഈ ഒരു ഭാഗത്തോട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള മസാല വെച്ച് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ഈ ഒരു വീതിയുള്ള ഭാഗത്ത് മാത്രം നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ തന്നെ നമ്മൾ മസാല വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കൂർത്ത ഭാഗത്ത് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും തന്നെ, അതായത് കൂർത്ത ഭാഗത്ത് മാത്രം നമ്മളൊന്ന് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ നെയ്യ് എന്തിനാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നെയ്യൊന്ന് തടവി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് എല്ലാത്തിനും ഞാനിതുപോലെ തന്നെ നെയ്യൊന്ന് തടവി കൊടുക്കട്ടെ.
അപ്പോൾ നമ്മൾ എല്ലാത്തിനും തന്നെ നമ്മൾ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് ആ വീതിയുള്ള ഭാഗത്തുനിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് തന്നെ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാല പുറത്ത് കാണാത്ത നിലയിൽ നല്ലവണ്ണം തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ നമ്മൾ മസാല പുറത്തായി പോകും. എന്നിട്ട് നമ്മൾ ടൈറ്റിൽ തന്നെ നമ്മളൊന്ന് റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ടൈറ്റിൽ തന്നെ റോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ടൈറ്റിൽ തന്നെ റോൾ ചെയ്യാൻ. കണ്ടോ, അപ്പോൾ നമ്മളൊരു ചിക്കൻ ബംഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ചിക്കൻ ബംഗിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. നമ്മളെന്തിനാ വാട്ടിയെടുക്കുന്നത് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ വാട്ടിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോ ചിക്കൻ ബംഗി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വാട്ടുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ വാട്ടിയെടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്കിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒരു മാസം വരെ നമുക്കിങ്ങനെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ ഓരോന്ന് തിരിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ മുഴുവൻ ചിക്കൻ ബംഗിയും ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കൂടുതൽ സമയമൊന്നും വേണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ വാട്ടി വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ ബംഗിയും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം. കണ്ടോ, എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നവും വരില്ല. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ചിക്കൻ ബംഗിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം ചിക്കൻ ബംഗി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നണ്ടിൽ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം ഞാനൊന്ന് കാണിച്ചു തരാം. പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ലൊരു അടിപൊളി ചിക്കൻ മസാലയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കണ്ടില്ലേ, നല്ല ലെയറോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാവുക. നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയത് കൊണ്ട് കണ്ടില്ലേ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതുപോലെ നല്ല ലെയറായിട്ടാണ് ഉണ്ടാവുക. നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.